സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. രാജ്യത്ത് ഏതെങ്കിലും ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ ധ്വംസനമാണ്. മണിപ്പൂരിൽ എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്തി പരിഹരിക്കുകയാണ് ഭരണാധികാരികൾ ചെയ്യേണ്ടത് എന്നും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ 24-നോട് പറഞ്ഞു. ക്രിസ്മസ് ദിനത്തിൽ അതിൻ്റെ സന്ദേശം നൽകുവാനായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇനി ക്രിസ്മസിന് സദ്വാർത്തയുടെ സന്തോഷം എല്ലാം നിറഞ്ഞ ആണ് ക്രിസ്മസ്. എങ്ങനെയാണ് ഈ ക്രിസ്മസിന്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്തുമസ്. യേശുക്രിസ്തു നൽകുന്നതായ വലിയ സന്ദേശം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള, ലോകത്തിന് മാർഗദർശകമായി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ക്രിസ്ത്യാനികൾക്കെല്ലാം ഉള്ളത്. ഇന്ന് ക്രിസ്തുമസ് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു ആഘോഷമല്ല. എല്ലാ മതങ്ങളും എല്ലാവരും സർവാത്മന ആഘോഷിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ്, ഒരു ലോക ഉത്സവമായിട്ടാണ് അതിനെ നമ്മൾ കണക്കാക്കുന്നത്. ഇന്ന് നമ്മൾ ചുറ്റുപാടും കാണുന്നത് അസമാധാനത്തിൻ്റെ വലിയ വേലിയേറ്റങ്ങളാണ്. അവിടെയെല്ലാം സമാധാനം നമുക്കുണ്ടാകണമെങ്കിൽ വിനയമുണ്ടാകണം, അഹങ്കാരം മാറണം, അതുപോലെ ധാർഷ്ട്യം മാറണം, നമ്മുടെ സ്വാർത്ഥത ലംഘിക്കണം. ഇന്ന് നമ്മളെല്ലാവരും ഏറ്റവും അധികം വാരിക്കൂട്ടുന്നതിനും സ്വയമായി അനുഭവിക്കുന്നതിനും സ്വാർത്ഥമായി ജീവിക്കുന്നതിനും ആഗ്രഹിക്കുമ്പോൾ നമുക്കറിയാം യേശുക്രിസ്തു കല്ലടാവിലാണ് ജനിച്ചത്. പാവപ്പെട്ടവരോട് താതാത്മ്യം പ്രാപിച്ചാണ്. അതുകൊണ്ട് ഭൂമിയിൽ സമാധാനമില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തിരസ്കരിക്കുന്നതായ ഒരു സമൂഹം ഇന്ന് ഈ ലോകത്തിലുണ്ട് എന്നുള്ളതാണ്. യേശു പിറന്ന മണ്ണിൽ പോലും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷമാണ് ബെത്ലഹേം, ഇസ്രായേലൊക്കെ നമുക്കറിയാം. അതിൻ്റെ പക്ഷം പല സൈഡിലും പിടിച്ച് നമ്മുടെ നാട്ടിലും പല വാദങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട്. നിശ്ചയമായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗാസയിലെ ആക്രമണവും ഇസ്രായേലിൻ്റെയും പലസ്തീൻകാരുടെയും അവിടെയുള്ളതായ മത്സരവുമാണ് എന്നെനിക്കറിയാം. നിശ്ചയമായിട്ടും കലാപം ഒന്നിനും പരിഹാരമല്ല. ലോകമെങ്ങും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ക്രിസ്മസ് ആഘോഷിക്കണം എന്നാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷന് ക്രിസ്മസ് സന്ദേശമായി പറയാനുള്ളത്. ക്യാമറമാൻ ഷിബിൻ ബഷീറിനൊപ്പം എബിൻ ജോസ്, 24 കോട്ടയം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.